ഹരേ കൃഷ്ണ. കണ്ണൻ്റെ വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആ ട്രെയിൻ യാത്ര ഓർക്കുമ്പോൾ അന്ന് വല്ലാതെ ഭയന്നെങ്കിലും ഇന്ന് അത് വല്ലാത്തൊരനുഭൂതിയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കണ്ണൻ തന്ന ജീവനും ജീവിതവുമാണ്. ഞാൻ ഇന്ന് ഇത് പറയണമെന്നുള്ളതും ഭഗവത് നിശ്ചയമായിരിക്കും. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നവർ പോലും അയ്യോ എന്നൊക്കെ ഉറക്കെ നിലവിളിച്ചു. ഇനി ഭഗവാൻ രക്ഷിച്ച, മരണത്തിൽ നിന്നും രക്ഷിച്ച ആ ജീവിതകഥയിലേക്ക് വരാം. ഗുരുവായൂർക്ക് അന്നൊക്കെ 2-3 മാസം കൂടുമ്പോഴായിരുന്നു ഞങ്ങളുടെ യാത്ര. പിന്നെ ഭഗവാനെ എല്ലാ മാസവും പോയി കാണാൻ കൊതിയായി. എങ്ങനെയെങ്കിലും ഗുരുവായൂർ എത്തണം. കാതങ്ങളകന്നതി ചുവടുകൾ മാത്രം, ചേതന ഗുരുവായൂരിലല്ലോ. അതെ, ചേതന പൊന്നുണ്ണിയുടെ അടുത്തായിരുന്നു. ആ ഒരു ചിന്തയായിരുന്നു എപ്പോഴും. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർക്ക് യാത്ര തിരിച്ചു. ഭഗവാനെ, ഞങ്ങൾ 2 കുട്ടികളെയും കൊണ്ട് ഒറ്റയ്ക്കാണേ വരുന്നത്, അങ്ങ് കൂടെ ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയായിരുന്നു മനസ്സ് നിറയെ. അങ്ങനെ ഞങ്ങൾ സന്ധ്യയ്ക്ക് ഗുരുവായൂർക്കുള്ള ഇൻ്റർസിറ്റിയിൽ യാത്ര തിരിച്ചു. ഭഗവാനെ നന്നായി തൊഴുത് അവിടുന്ന് തിരിച്ചും യാത്രയായി. ഉച്ചയ്ക്ക് 1:30 ട്രെയിനിൽ ഗുരുവായൂരിൽ നിന്നും യാത്ര തിരിച്ച് തൃശ്ശൂർ ഇറങ്ങി. ഏറനാടിനായി വെയിറ്റ് ചെയ്തിരുന്നു. റിസർവേഷൻ ഒഴിച്ച് എവിടെ കയറണമെന്നോ എങ്ങനെ കയറണമെന്നോ ഒന്നൊന്നും അറിയില്ല. എങ്ങനെയെങ്കിലും ഗുരുവായൂരെത്തണം, കണ്ണനെ കാണണം എന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ തനിച്ചുള്ള ആദ്യ ട്രെയിൻ യാത്രയും. ഏറനാട് 2:30 തൃശ്ശൂരെത്തി. പിറകോട്ട് പോയി കയറാമെന്ന് വിചാരിച്ച് ഞാൻ നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ചേച്ചി മുന്നോട്ട് പോയി. നോക്കുമ്പോൾ അതെല്ലാം റിസർവേഷൻ കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓടാൻ തുടങ്ങി. മുൻപിൽ ഞാനും ചേച്ചിയുടെ മോനും എൻ്റെ മോനും, പിറകിൽ ചേച്ചി. അങ്ങനെ ഞങ്ങൾ ഓടിത്തുടങ്ങി. അപ്പോഴേക്കും ട്രെയിൻ എടുക്കാറായി. ഓടി കുട്ടികൾ ഒരു റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ കയറി. റിസർവേഷൻ ആണെന്ന് പറഞ്ഞ് കുട്ടികളെ അവിടെ നിന്നും പിടിച്ചിറക്കി. പിന്നെയും ഓടടാ ഓട്ടം. എത്ര ദൂരം ഓടിയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അങ്ങനെ ജനറലിൽ പിള്ളേരും ഞാനും ഓടിക്കയറുമ്പോൾ ട്രെയിൻ ചെറുതായി അനങ്ങാൻ തുടങ്ങി. ചേച്ചി ഇപ്പോഴും പിറകിൽ തന്നെയായി ഓടി വരുന്നതേ ഉള്ളൂ. ഓടി വാ, കയറ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ കൈ കാണിച്ചു. എന്നാൽ എന്നെക്കാളും വേഗത്തിൽ പെട്ടെന്നൊരു കൈ ചേച്ചിയെ പിടിച്ച് അകത്തേക്ക് വലിച്ചു. അപ്പോൾ ട്രെയിൻ നല്ല സ്പീഡിൽ ഓടാൻ തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും ചേച്ചിയുടെ ചെറിയ ഹാൻഡ് ബാഗ് താഴെ പോയിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നവർ അയ്യോ എന്നൊക്കെ ഉറക്കെ നിലവിളിച്ചു. കയ്യിൽ നിന്നും വീണുപോയ ഹാൻഡ് ബാഗിൽ ATM കാർഡ്, പിന്നെ കുറച്ച് പൈസ, പിന്നെ ഒരു വിഷ്ണു സഹസ്രനാമം, അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. പൈസയായിട്ട് അങ്ങനെ ഒരുപാടൊന്നും എടുത്തു വെക്കില്ല. ATM കാർഡ് എടുത്തു വെച്ചിരിക്കും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പൈസ എടുക്കാനായിട്ട്. അല്ലാതെ ഷോക്കായി. ഞങ്ങൾ നിന്നിരുന്നത് ഡോറിനടുത്ത് തന്നെയാണെന്ന് അപ്പോഴാണ് ബോധം വന്നത്. റിസർവേഷനിൽ മാറിക്കയറിയാൽ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ മതിയെന്നൊന്നും അന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ചേച്ചി ആകെ ഷോക്ക്ഡാണ്. എന്ത് ചെയ്യും? നാളെ തന്നെ ബാങ്കിൽ പോയി ATM ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ട്രെയിൻ ചെയിൻ വലിച്ചു നിർത്തിച്ചാലോ എന്നൊക്കെ ഞങ്ങൾ ആലോചിച്ചു. പിന്നെ അവിടെ ഇരുന്നൊരു ചേട്ടൻ റെയിൽവേ എൻക്വയറിയുടെ ഒരു നമ്പർ ട്രെയിനിൽ എഴുതിയിരുന്നത് കാട്ടിത്തന്നു. ഞാൻ ആ നമ്പറിലേക്ക് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്കിപ്പോഴും നല്ല ഓർമ്മയില്ല. പിന്നെ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അവരെല്ലാം തിരക്കി അറിഞ്ഞു. ബാഗ് കിട്ടില്ല എന്ന് കരുതിയെങ്കിലും ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു ഇറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്ന്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ATM ബ്ലോക്ക് ചെയ്യാം, പൈസ പോകട്ടെ എന്ന് വയ്ക്കാം. ഇതൊന്നുമല്ല എനിക്ക് വിഷമം. എൻ്റെ ബാഗിലിരുന്ന വിഷ്ണു സഹസ്രനാമവും ഗുരുവായൂരിൽ നിന്നും വാങ്ങിയ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കമ്മലും ആ ബാഗിലാണ് എന്ന് പറഞ്ഞു തീരേണ്ട താമസം എൻ്റെ ഫോൺ റിങ് ചെയ്തു. ബാഗ് തൃശ്ശൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ടെന്ന്. എൻ്റെ ഭഗവാനെ, ഒരു 100,000 നന്ദി പറഞ്ഞു ഞങ്ങൾ ഭഗവാന്. അങ്ങനെ ഞങ്ങളുടെ ബ്രദർ തൃശ്ശൂരിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനെ വിളിച്ച് പറഞ്ഞ് അവൻ അന്ന് വൈകിട്ട് തന്നെ പോയി ബാഗൊക്കെ വാങ്ങിച്ചു. ചേച്ചിയോട് ഞാൻ ഇപ്പോഴും പറയും, അന്ന് ചേച്ചി ഓടിക്കേറിയപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ എൻ്റെ ജീവിതകാലത്തോളം മനസ്സമാധാനമില്ലാതെ എനിക്ക് ജീവിക്കേണ്ടി വന്നേനെ എന്നൊക്കെ. അപ്പോൾ ചേച്ചി പറയും, 6 മാസം പ്രഗ്നൻ്റായ ഞാൻ 1 കിലോമീറ്ററോളം ഓടി. കുഞ്ഞിനോ എനിക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ചേച്ചിയും പിന്നെ ജീവിച്ചിരിക്കുന്നത് എന്തിനാ എന്ന്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലേക്ക് കൈപിടിച്ച് കയറ്റാൻ നിമിത്തമായ ഗുരുവായൂരപ്പൻ കൂടെ ഉള്ളപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഭഗവാനെ വിശ്വസിക്കുന്നവരെ ഭഗവാൻ കൈവിടിയില്ല. ചേച്ചി ഇപ്പോഴും പറയും, ചേച്ചിയെ അകത്തേക്ക് കൈപിടിച്ച് കയറ്റിയ ആ മോന് ഒരു 10-18 വയസ്സൊക്കെ കാണുള്ളൂ, ചേച്ചിയുടെ ഉണ്ണിക്കുട്ടൻ്റെ പ്രായം. അപ്പോഴത്തെ വെപ്രാളത്തിൽ ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ല. ആ മോൻ്റെ മുഖം ഞങ്ങൾക്കിന്ന് ഓർമ്മയില്ല. എവിടാ ഇറങ്ങിയതെന്ന് പോലും അറിയില്ല.
ഭഗവാൻ അയച്ചതു തന്നെയല്ലേ ആ മോനെ. ഞാൻ നീട്ടിയ എൻ്റെ കൈകൾക്ക് ചേച്ചിയെ പിടിച്ചു കയറ്റി അകത്തേക്കിടാൻ മാത്രം ബലം ഇല്ലായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെയാവാം ആ മോനെ ഭഗവാൻ അതിനായി നിയോഗിച്ചത്. ഇപ്പോഴും ഞങ്ങൾ പരസ്പരം പറയും, അത് ഗുരുവായൂരപ്പൻ തന്നെയായിരുന്നോ? ഞങ്ങൾ തനിച്ചേ ഉള്ളൂ ഭഗവാനെ കാത്തോളണേ എന്ന വിളി കേട്ടിരിക്കാം. അല്ല, കേൾക്കുക തന്നെ ചെയ്തു. പിന്നെ വേറൊരു ടെസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ. ഈ ബാഗ് അടുത്ത മാസം കുഞ്ഞമ്മ ഗുരുവായൂർ പോകാൻ വന്നപ്പോൾ കണ്ണൻ്റെ മണ്ണിൽ വെച്ചാണ് ചേച്ചിക്ക് കൊടുത്തത്. അതും ഭഗവത് നിശ്ചയമായിരിക്കാം ആ മണ്ണിൽ വെച്ച് തന്നെ ആ ബാഗ് തിരിച്ചു കൊടുക്കണമെന്നുള്ളതും. ഇപ്പോൾ ഞങ്ങൾ നന്നായി ട്രെയിൻ യാത്ര ചെയ്യാൻ പഠിച്ചു. ഞങ്ങളിപ്പോഴും കണ്ണനെ കാണാൻ പോകാറുണ്ട് കേട്ടോ. ഇത് പറയുമ്പോഴും വല്ലാത്തൊരു വിറയൽ അനുഭവപ്പെടുന്നു. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ യാത്രയിൽ അന്ന് വയറ്റിലിട്ടുകൊണ്ട് ഞാൻ ഓടിയ അതേ ആൾ തന്നെ കുസൃതി കാട്ടി വരുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ഹന്തഭാഗ്യം ജനാനാം. ഗുരുവായൂരപ്പ ശരണം. രാധേശ്യാം.